10 times faster growth of energy by stopping masturbation. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇൻസ്പയറായി ചീത്ത ശീലങ്ങളൊക്കെ മാറ്റിയ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഇമെയിൽ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. പോൺ തുടങ്ങിയവയിൽ നിന്ന് അകലം പാലിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് കൂടുതൽ പോസിറ്റീവും എനർജറ്റിക്കുമായി മാറി. വളരെയധികം ഡെഡിക്കേഷനോടുകൂടി എല്ലാം ചെയ്തിട്ടും പെട്ടെന്നൊരു ദിവസം അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന് നൈറ്റ് ഫോൾ സംഭവിക്കുകയുണ്ടായി. മാസങ്ങളോളം അദ്ദേഹം ഡെഡിക്കേറ്റഡായി കൺട്രോൾ ചെയ്തിരുന്നതിൻ്റെ മുകളിൽ വെള്ളം വീണു പോയ അവസ്ഥയായിരുന്നു. ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തെറ്റ് കാരണമാണോ, അതോ അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇനി അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്? എങ്ങനെയാണ് നമുക്ക് അഖണ്ഡ ബ്രഹ്മചര്യം നേടുവാൻ സാധിക്കുക? ഇന്ന് ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നാം കണ്ടെത്താൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ സ്വന്തമായി എൻ്റെ മനസ്സിൽ നിന്നും പറയുന്ന കാര്യങ്ങളല്ല, പകരം ഇവയൊക്കെ തന്നെ ഗവേഷണങ്ങളിൽ നിന്നും പഠനങ്ങളിൽ നിന്നും ആയുർവേദത്തിൽ നിന്നുമൊക്കെയുള്ള തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളുടെയും ചിന്താഗതി എന്നത് ബ്രഹ്മചര്യം ആചരിക്കുകയാണെങ്കിൽ സെമൻ കുപ്പിയിൽ വെള്ളം നിറയുന്നത് പോലെ കൂടുമെന്നതാണ്. അങ്ങനെ വെള്ളം നിറയുമ്പോൾ കുപ്പിയിൽ നിന്നും കവിഞ്ഞൊഴുകുന്നത് പോലെ മനുഷ്യ ശരീരത്തിലും സംഭവിക്കുമെന്ന് അവർ കരുതുന്നു. അങ്ങനെ കുറച്ചുപേർ പറഞ്ഞ കാര്യമാണ് 1-2 ആഴ്ച യാതൊരു പ്രശ്നവും കൂടാതെ ബ്രഹ്മചര്യം ആചരിക്കാൻ സാധിക്കുന്നുവെങ്കിലും സെമന്റെ ഓവർഫ്ലോ കാരണം ശരീരം സ്വയം നൈറ്റ് ഫോളിലൂടെ അതിനെ പുറത്ത് കളയുന്നു എന്ന്. ഇതിൽ നിന്ന് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരേ ഒരു വഴിയുള്ളൂ, സെമന്റെ ഓവർഫ്ലോ ഉണ്ടാകാതിരിക്കാൻ സ്വയം ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിനെ ആളുകൾ ഫാപ്പിംഗ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ തികച്ചും ഒരു മിഥ്യാധാരണയാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകാത്ത സ്പേമിനെ ശരീരം തന്നെ ആഗിരണം ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ ഓവർഫ്ലോ എന്നൊരു പ്രതിഭാസമേ ഇല്ല. ഇത് ശാസ്ത്രം തന്നെ തെളിയിച്ച കാര്യമാണ്. സെമൻ റിട്ടൻഷൻ കാരണമോ ഫാപ്പിംഗ് ചെയ്യാത്തത് കാരണമോ ആണ് നൈറ്റ് ഫോൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് തികച്ചും തെറ്റായ ഒന്നാണ്. കാരണം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എല്ലാ ദിവസവും ഫാപ്പിംഗ് ചെയ്തിരുന്ന ആളുകൾക്ക് കൂടി നൈറ്റ് ഫോൾ ഉണ്ടായെന്ന് പഠനങ്ങൾ തെളിയിക്കുകയുണ്ടായി. അതോടുകൂടി തന്നെ ഫാപ്പിംഗ് എന്നത് ഒരിക്കലും ശാശ്വത പരിഹാരമല്ല എന്ന് തെളിയിക്കപ്പെടുകയുണ്ടായി. ഇനി വരുന്ന ചോദ്യം എന്തെന്നാൽ ഇതിനെന്താണ് പരിഹാരം എന്നതാണ്. എന്നാൽ തുടക്കം മുതലേ നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തി സെക്ഷൽ പ്ലഷറിനായി സ്വന്തം ജെനിറ്റൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഫ്ലൂയിഡ്സ്, അതായത് സെമൻ പുറത്തു കളയുന്നതിനെ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത് പൂർണ്ണമല്ല. സ്വാമി ശിവാനന്ദ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞ കാര്യമാണ് ഫാപ്പിംഗ് എന്നത് ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള ഫിസിക്കൽ മാസ്റ്റർബേഷനാണ്. ഇതിൽ എത്തുന്നതിന് മുന്നേ ആളുകൾ വ്യത്യസ്തമായ 8 തരത്തിലുള്ള മാസ്റ്റർബേഷൻസ് ചെയ്യാറുണ്ട്. ഇവയിലൂടെ ഒന്നും സാറ്റിസ്ഫൈ ആവാതെ വരുമ്പോഴാണ് ആളുകൾ ഫാപ്പിങ്ങിലൂടെയോ നൈറ്റ് ഫോളിലൂടെയോ ഫ്ലൂയിഡ്സ് പുറത്തെത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് ആളുകൾക്ക് നീണ്ട സമയത്തേക്ക് ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ വരുന്നത്. നിങ്ങൾ ഈ 8 മിസ്റ്റേക്സ് ശരിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതാണ്. ഒന്നാമതായി ആളുകൾ ചെയ്യുന്ന മെന്റൽ മാസ്റ്റർബേഷനാണ് ഓർക്കുക എന്നത്. ഏതെങ്കിലും സ്ത്രീയോ പുരുഷനെ കുറിച്ച് എപ്പോഴും ആലോചിച്ച് അവരുമായി പാസ്റ്റിലോ പ്രസന്റിലോ ഫ്യൂച്ചറിലോ ഇന്റിമേറ്റ് ആവുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ തെറ്റ്. അതുമല്ലെങ്കിൽ നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മെന്റൽ ഫാന്റസീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് ഫസ്റ്റ് ലെവൽ ഓഫ് മെന്റൽ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. ഇത് ശാസ്ത്രീയമായ പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഉറങ്ങുന്നതിന് മുന്നേ ഒരുപാട് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയോ ഓർമ്മിക്കുകയോ ചെയ്യുന്നത് വെറ്റ് ഡ്രീംസ്, നൈറ്റ് ഫോൾ തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകുന്നു എന്നത്. സെക്കൻഡ് ലെവൽ ഓഫ് മെന്റൽ മാസ്റ്റർബേഷൻ ആണ് കേൾവി, അതായത് ചില പാട്ടുകളിലൂടെ സെക്ഷൽ സിമുലേഷൻ ഉണ്ടാക്കുക എന്നത്. ആദ്യം കേൾക്കുമ്പോൾ ഇത് അന്ധവിശ്വാസമായി തോന്നാം, എന്നാൽ ഇത് ശാസ്ത്രം തെളിയിച്ച ഒരു ഫാക്റ്റാണ്. 2011 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ മോർട്ടൺ ക്രിംഗ്ലി ബീച്ച് തന്റെ പഠനങ്ങളിലൂടെ തെളിയിച്ച കാര്യമാണ്. ബോൾഡും ഗ്ലാമറസുമായ മ്യൂസിക്കിൽ ഹൈ ഫ്രീക്വൻസിയുള്ള ഹൈ ബീറ്റ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഇത് നമ്മുടെ ബ്രെയിനിന്റെ പ്ലഷർ സീക്കിംഗ് പാർട്സിനെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇതുകൊണ്ടാണ് പണ്ട് ഗുരുകുലങ്ങളിൽ ഭക്തി നിർഭരമായ പാട്ടുകൾ മാത്രം പഠിപ്പിച്ചിരുന്നത്. മൂന്നാമത്തെ തരം മെന്റൽ മാസ്റ്റർബേഷൻ ആണ് അശ്ലീലമായ കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത്. വെറും വാക്കുകളിലൂടെ എന്ത് സംഭവിക്കാനാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ 2019 ഒരു പഠനത്തിൽ ഇത് തെളിയിക്കപ്പെട്ടു. 17 പേരടങ്ങുന്ന ഒരു കൂട്ടത്തിനോട് അശ്ലീലമായ വാക്കുകളും കാര്യങ്ങളും ആവർത്തിച്ച് പറയാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ 17 പേരുടെയും ബ്രെയിനിനെ fMRI സ്കാനിങ്ങിലൂടെ പരിശോധിക്കുകയുണ്ടായി. ആ പരിശോധനയിൽ മോശം വാക്കുകൾ പറയുന്നവരുടെ ചിന്താഗതികൾ മോശമാകുന്നതായി കണ്ടെത്തുകയുണ്ടായി. നാലാമത്തേതാണ് വീഡിയോസ്, ഫോട്ടോസ് തുടങ്ങിയവ കാണുക എന്നത്. ഏതെങ്കിലും സിനിമയോ ഫോട്ടോയോ വീഡിയോയോ കാണുന്നതിലൂടെ മാനസികമായി സ്ട്രോങ് ആയ ആളുകൾക്ക് എന്ത് സംഭവിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ നിങ്ങളുടെ ഈ ചിന്താഗതി തെറ്റാണെന്ന് തെളിയിക്കുന്നതിനായി 2012 ജൂണിലെ ഫേസ്ബുക്കിന്റെ ഒരു റിപ്പോർട്ടിന് സാധിച്ചു. വാസ്തവത്തിൽ സംഭവിച്ചതെന്തെന്നാൽ ജനുവരി മാസത്തിൽ ഫേസ്ബുക്ക് അവരുടെ ഉപഭോക്താക്കൾ അറിയാതെ തന്നെ ഏകദേശം 6 ലക്ഷത്തോളം പേരെ ഒരു പഠനത്തിന് വിധേയമാക്കുകയായിരുന്നു. പരീക്ഷണം വളരെ സിമ്പിളായിരുന്നു. കുറച്ച് പേരുടെ ഹോം പേജ് പോസിറ്റീവും ഡിവൈനുമായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസും വരുന്ന തരത്തിൽ ആക്കി മാറ്റി. ഉദാഹരണത്തിന് കൊച്ചു കുട്ടികളുടെ കളിച്ചിരികൾ പോലുള്ള കാര്യങ്ങൾ.
അതുപോലെ തന്നെ കുറച്ച് പേരുടെ ഹോം പേജിൽ നെഗറ്റീവും അശ്ലീലവുമായ കാര്യങ്ങൾ ഇടുകയുണ്ടായി. ഈ പരീക്ഷണം 7 ദിവസം നീണ്ടു. ഫേസ്ബുക്ക് ഉപഭോക്താക്കൾ അറിയാതെ അവരെ മോണിറ്റർ ചെയ്യുകയായിരുന്നു. അതിൽ നിന്നും പോസിറ്റീവായ കാര്യങ്ങൾ കണ്ട ആളുകൾ ജീവിതത്തിൽ വിജയിക്കുകയും അവരുടെ പോസ്റ്റുകളും ആയിരുന്നെന്നും ഫേസ്ബുക്ക് കണ്ടെത്തി. അതുപോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ കണ്ട ആളുകളുടെ ജീവിതം സ്വാഹായമട്ടായിരുന്നു. ഇങ്ങനത്തെ ആളുകൾ ദുഃഖവും നെഗറ്റിവിറ്റിയും നിറഞ്ഞ പോസ്റ്റുകളാണ് ഇടുന്നതെന്നും ഫേസ്ബുക്ക് കണ്ടെത്തുകയുണ്ടായി. ഇതിനെ സൈക്കോളജിയിൽ ഇമോഷണൽ കോണ്ടൈനിയൻ എന്നാണ് പറയുക. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് അത്തരത്തിലുള്ള ജീവിത വീക്ഷണമായിരിക്കും നമുക്കും ഉണ്ടാവുക എന്നതാണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 5, നിങ്ങളുടെ സ്റ്റിമുലേഷൻ കുറയ്ക്കുന്നതിനായി സ്ത്രീയോടോ പുരുഷനോടോ ഫ്ലേർട്ട് ചെയ്യുന്നതാണ് 5ാമത്തേത്. അവരോടൊപ്പം നൃത്തം ചെയ്യുന്നത്, ക്ലബ്ബുകളിലൊക്കെ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇനി 6ാമത്തെ തരത്തിലുള്ള മാസ്റ്റർബേഷനാണ് ഓപ്പോസിറ്റ് സെക്സിനെ ആകർഷിക്കുവാനായി ചെയ്യുന്ന ഒരുക്കം. 7ാമത്തേതാണ് 2 പേർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഡേർട്ടി ടോക്ക് ചെയ്യുന്നത്. ഇന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ രാത്രികളിൽ ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യുന്നത്, ഫോണിൽ കൂടെ അശ്ലീല കാര്യങ്ങൾ പറയുന്നതൊക്കെ ഇതിൽ പെടുന്നവയാണ്. 8ാമത്തെ മാസ്റ്റർബേഷനാണ് ഫിസിക്കൽ ടച്ച്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. സാധാരണയെ തൊടുന്നത് ഒരു തെറ്റായ കാര്യമല്ല. എന്നാൽ മനസ്സിൽ കാമം നിറഞ്ഞ ചിന്താഗതിയോടുകൂടി നിങ്ങൾ മറ്റൊരാളെ സ്പർശിക്കുന്നതിനെ ഈ ഗണത്തിൽപ്പെടുത്താം. ഇതെല്ലാം തന്നെ ആളുകളുടെ ബ്രഹ്മചര്യം നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ 8 കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ദീർഘകാല ബ്രഹ്മചര്യം നേടാൻ സാധിക്കുമെന്നത്.